ഡിസംബർ 5 വിശുദ്ധ സാബാസിന്റെ തിരുനാളിൽ ആഗോളസഭ. പലസ്തീനിയൻ സന്യാസികളുടെ പേട്രിയാർക്കുമാരിൽ എത്രയും പ്രസിദ്ധനായ വിശുദ്ധ സാബാസ് കുലീനനും ഭക്തരുമായ മാതാപിതാക്കന്മാരിൽ നിന്നാണ് ജനിച്ചത്. പിതാവ് ജോൺ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ അദ്ദേഹത്തിന് അലക്സാണ്ട്രിയയിലേക്ക് പോകേണ്ടി വന്നു. തത്സമയം മകന്റെയും എ ഗ്രേറ്റിന്റെയും സംരക്ഷണം അളിയനെ ഏൽപ്പിച്ചു. അളിയന്റെ ഭാര്യ കുട്ടിയോട് കഠിനമായി വ്യാപരിച്ചതിനാൽ കുട്ടിയെ പിതൃസഹോദരനായ ഗ്രിഗറിയുടെ അടുത്തേക്ക് അദ്ദേഹം അയച്ചു. അദ്ദേഹം കുട്ടിയെ വളർത്തുന്നതിന് പ്രതിഫലമായി സഹോദരന്റെ സ്വത്ത് വിട്ടുകിട്ടണമെന്ന് കോടതിയിൽ വാദിക്കാൻ തുടങ്ങി. ലൗകിക വസ്തുക്കൾക്കു വേണ്ടിയുള്ള ഈ തർക്കങ്ങൾ കണ്ട സാബാസിന് സമ്പത്തിന്റെ മായാ സ്വഭാവം ബോധ്യമായി. തന്നിമിത്തം അദ്ദേഹം പ്ലാവിയൻ ആശ്രമത്തിലേക്ക് പോയി. സാബാസിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നു. ലോകത്തിന്റെ വഞ്ചനയും ആശ്രമ ജീവിതത്തിന്റെ മാധുര്യവും മനസ്സിലാക്കിയ സാബാസ് അവരുടെ ക്ഷണം സ്വീകരിച്ചില്ല. അവൻ ആശ്രമത്തിൽ എളിമയും ആശാനിഗ്രഹത്തിലും പ്രാർത്ഥനയിലും തുടർന്നു. ഒരു ദിവസം ഒരു നല്ല ആപ്പിൾ കണ്ടപ്പോൾ അത് തിന്നാമെന്ന് കരുതി അത് പറിച്ചെടുത്തു. അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ ആപ്പിൾ നിലത്തിട്ട് ചവിട്ടി. പിന്നീട് ഒരിക്കലും ആപ്പിൾ തിന്നുകയില്ലെന്ന് അവനൊരു നിശ്ചയവും എടുത്തു. 10 കൊല്ലം ആശ്രമത്തിൽ ജീവിച്ച ശേഷം വിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ അദ്ദേഹം ജെറുസലേമിലേക്ക് പോയി. വിശുദ്ധ എവിത്തിമിയൂസിന്റെ കീഴിൽ ഒരാശ്രമത്തിൽ താമസമുറപ്പിച്ചു. എവിത്തിമിയൂസിന്റെ മരണശേഷം സാബാസ് അവിടം വിട്ട് സെദ്രോൺ നദീതീരത്തുള്ള മരുഭൂമിയിൽ ഒരു ഗുഹയിൽ താമസിക്കാൻ തുടങ്ങി. അവിടെ 5 കൊല്ലം സാബാസ് ഏകാന്തതയിൽ പാർത്തു. അപ്പോൾ പലരും അദ്ദേഹത്തെ അനുകരിക്കാൻ താല്പര്യം പ്രദർശിപ്പിച്ചു. അവസാനം അവർക്കായി അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിക്കുക തന്നെ ചെയ്തു. അദ്ദേഹത്തിന്റെ വിശുദ്ധിയെപ്പറ്റി കേട്ടറിവുണ്ടായിരുന്ന ജെറുസലേം പാത്രിയാർക്കീസ് അദ്ദേഹത്തെ പലസ്തീനയിലെ സന്യാസികളുടെ സുപ്പീരിയർ ജനറലായി നിയമിക്കുകയും ചെയ്തു. AD 532 ഡിസംബർ 5 തീയതി 94 വയസ്സിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ സാബാസ് ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.